നമസ്തേ. 1968 കേരള സർവകലാശാലയിൽ PhD ചെയ്യുമ്പോൾ ഒരു ഗവേഷകനായി നെതർലാൻഡ്സിലെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിലെത്തിയ ഒരു മലയാളി അവിടെ ഒരു പഴയ ചെമ്പ് പാളികളുടെ ശേഖരം കണ്ട നിമിഷം ഡോക്ടർ AG മേനോൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന് അതിനെ തുടർന്നുള്ള പരിശ്രമത്തിൽ അതിന് പിന്നാലെയായി 11ാം നൂറ്റാണ്ടിലെ ചോള സാമ്രാജ്യത്തിൻ്റെ അപൂർവ പൈതൃക രേഖകളിലൊന്ന് പതിറ്റാണ്ടുകളായുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണവും പരിശ്രമവും ഒടുവിൽ ചരിത്ര നിമിഷമായി മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന നെതർലാൻഡ് സന്ദർശനം, ഐതിഹാസികമായ സന്ദർശനം ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുമ്പോൾ ചരിത്രപ്രധാനമായ ഒരു വാർത്തയാകുന്നത് ഈ ചോള ചെമ്പുപാളികളാണ്. ഇന്നലെ നെതർലാൻഡ്സിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഭാരതത്തിന് തിരികെ നൽകിയ, ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന ഈ ചോള ചെമ്പുപാളികളുടെ പിന്നിലെ മലയാളിയുടെ അത്ഭുതകരമായ റിസർച്ചും യാത്രയും. ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മോദിയുടെ കമ്മ്യൂണിറ്റി മീറ്റിങ്ങിനിടെ തത്വമയുടെ സംഘം അദ്ദേഹവുമായി വീണ്ടും കണ്ടുമുട്ടി. പ്രധാനമന്ത്രിയുമായി പ്രത്യേക ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. തത്വമയ്ക്ക് വേണ്ടി അദ്ദേഹം അനുവദിച്ച പ്രത്യേക എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഞങ്ങൾ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡിജി ഇപ്പോൾ നെതർലൻഡ് സന്ദർശിക്കുകയാണ്. ഇന്ന് വളരെ സന്തോഷമായ പ്രധാനമായ ഒരു വാർത്ത നിങ്ങളോട് ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ലെയ്ഡൻ യൂണിവേഴ്സിറ്റി ഉള്ള 2 കോപ്പർ പ്ലേറ്റ്സ്, 2 ശാസനങ്ങൾ തിരിച്ച് ഇന്ത്യക്ക് കൊടുക്കാൻ ലെയ്ഡൻ യൂണിവേഴ്സിറ്റി ഇന്ന് ഒരു തീരുമാനം എടുത്തു. നെതർലൻഡ്സ് ഗവൺമെൻറ്റും ഇത് തീരുമാനം തന്നെ എടുത്തത്. ഇന്നാണ് മോഡിജി ആദ്യമായിട്ട് ഈ 2 കോപ്പർ പ്ലേറ്റ് ശാസനങ്ങളും കണ്ടത്. ഒന്ന് രാജരാജ ചോഴൻ്റെയും രാജേന്ദ്ര ചോഴൻ്റെയും കാലത്ത് കൊടുത്ത ഒരു ലാർജർ ലെയ്ഡൻ പ്ലേറ്റ്സ് എന്നതാണ്. ഇതിൽ 21 തകടുകളാണ് ഉള്ളത്. രണ്ടാമത് കുലോത്തുംഗ രാജാവിൻ്റെ കാലത്ത് കൊടുത്ത ഒരു ലെയ്ഡൻ പ്ലേറ്റ്സ് ആണ്. ഇതിൽ 3 തകടുകളെ ഉള്ളൂ. ഈ 2 കോപ്പർ പ്ലേറ്റ്സും തമിഴരുടെയും തമിഴ് രാജാക്കളായ ചോഴ രാജാക്കളുടെ ചരിത്രത്തിനെ കുറിച്ചും ഇന്ത്യൻ ചരിത്രത്തിനെ കുറിച്ചും സംസ്കാരത്തിനെ കുറിച്ചും സമൂഹത്തിനെ കുറിച്ചും ഉള്ള പല വിവരങ്ങളും ഉള്ള പ്രധാന രേഖകളാണ് ഇതെല്ലാം. ഈ രേഖകൾ രണ്ടും എങ്ങനെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് ഇത് എത്തി, എങ്ങനെ ഇത് ഇവിടെ വന്നു എന്നുള്ള പല കാര്യങ്ങളും ഞാൻ ഇവിടെ വന്ന ശേഷം എൻ്റെ ഗവേഷണത്തിൽ ഉൾക്കൊണ്ടു. ആ ഗവേഷണം 1968 മുതൽ ഞാൻ ഈ ചെപ്പേടുകൾ, ഈ കോപ്പർ പ്ലേറ്റ്സ് ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത് മുതൽ ഞാൻ തുടങ്ങിയതാണ്. അന്ന് ഇതിനെക്കുറിച്ച് പലർക്കും താല്പര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 കോപ്പർ പ്ലേറ്റ്സും ആദ്യമായി ഈ ഹോളണ്ടിലേക്ക് വന്നത് 1713 ഇത് കൊണ്ടുവന്നത് ഒരു പ്രീസ്റ്ററാണ്. ആ പ്രീസ്റ്ററുടെ പേരാണ് ഫ്ലോറൻസിയസ് കാംപർ. ഫ്ലോറൻസിയസ് കാംപർ അവർക്ക് എന്താ അറിയില്ല, ഇതിലെന്താ എഴുതിയിരിക്കണേ ഒന്നുള്ള കാര്യം അറിയില്ല. ഇതിൻ്റെ വെയിറ്റ് എല്ലാം കൂടി ഒരു 30 കിലോ ഉണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന ശേഷം അയാളുടെ കുടുംബത്തിലുള്ള പലർക്കും ഇത് കൈമാറി. ഫ്ലോറൻസിയസ് കാംപറുടെ മകന് പോയി, മകൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകന് പോയി, അദ്ദേഹത്തിൻ്റെ മകന് പോയി, അവരിൽ നിന്ന് മകൾക്ക് പോയി. ഇങ്ങനെ ഒരു 4-5 തലമുറകൾ കഴിഞ്ഞ ശേഷം ഇത് ഒരു ഹാമാക്കർ എന്നുള്ള ഒരു ലെയ്ഡനിലെ പ്രൊഫസർക്ക് കിട്ടിയത്. ഈ ലെയ്ഡൻ പ്രൊഫസർ കാംപറുടെ ഒരു പേരക്കുട്ടിയുടെ ഭർത്താവാണ്. അങ്ങനെയാണ് ഈ ഹാമാക്കർക്ക് ഈ കിട്ടിയത്. ഹാമാക്കർ ഇത് അറിയില്ല. ഹാമാക്കർ മരിച്ച ശേഷം ഹാമാക്കറുടെ ആൾക്കൾ ഇത് ലെയ്ഡൻ യൂണിവേഴ്സിറ്റിക്ക്
കൊടുത്തു. ഇത് കൊടുത്തത് 1862 1862 മുതൽ ഈ കോപ്പർ പ്ലേറ്റ്സ് എല്ലാം ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ നാട്ടിൽ ഒരു ചട്ടമുണ്ട്. ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പുരാണ വസ്തുക്കളെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചട്ടമാണ്. ആ ചട്ടപ്രകാരമാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഈ കോപ്പർ പ്ലേറ്റ്സ് തിരിച്ച് ഞങ്ങൾക്ക് തരണം. ഇത് വളരെ 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 പ്രധാനമായ രേഖകളാണ്. ഇത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ലെയ്ഡൻ യൂണിവേഴ്സിറ്റി ഒരു ഗവേഷണം തുടങ്ങിയത്. റിപ്പോർട്ടുകൾ ചെയ്തു. ഇത് എവിടുന്നാണ് ഇത് വന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളത്. അവസാനം കണ്ടുപിടിച്ചത് ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഈ ഫ്ലോറൻസ് കാമ്പറാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതും, ഇത് അവിടെ ഉള്ളവരുടെ സമ്മതം ഇല്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ കോപ്പർ പ്ലേറ്റ്സ് ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാൻ ഉള്ള ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മോഡിജി വന്നപ്പോൾ മോഡിജിക്ക് ഈ കോപ്പർ പ്ലേറ്റ്സിനെ കാണിച്ചു കൊടുത്തു. 2 കോപ്പർ പ്ലേറ്റ്സിനും. ഈ കോപ്പർ പ്ലേറ്റ്സ് 600 വർഷങ്ങളോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 300 വർഷമായി ഇത് ഹോളണ്ടിലേക്കും ലെയ്ഡൻ യൂണിവേഴ്സിറ്റിക്കും വന്നത്. ഇന്ന് ഈ സന്തോഷമായ ഒരു വാർത്ത മോഡിജിയും മറ്റുള്ള എല്ലാവർക്കും ഈ വാർത്ത പങ്കിട്ടു. ആ ഒരു നല്ല വാർത്തയാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഇനിയും പറയാൻ കുറേ കൂടിയുണ്ട്. ഇത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്ക് വന്ന ശേഷം, കേരളത്തിലേക്കൊക്കെ വന്ന ശേഷം 3 അല്ലെങ്കിൽ 3.5 വർഷം കൂടുമ്പോൾ ഓരോ ഗവർണറും ഓരോ റിപ്പോർട്ട് അയക്കും ഹോളണ്ടിലേക്ക്. ആ റിപ്പോർട്ടിൽ അവർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ സ്ഥലം നാഗപട്ടണത്തിൽ അടുത്തുള്ള ആനമംഗലം എന്ന ഗ്രാമവും വേറെ 8 ഗ്രാമങ്ങളും ഈ ചോഴ രാജാവ് ഒരു ബുദ്ധ പള്ളി കെട്ടാൻ വേണ്ടിയാണ് അവിടെ കൊടുത്തത്. അവസാനം അവിടെ 2 പള്ളികൾ കെട്ടി. ആ പള്ളികളുടെ എല്ലാ ചെലവിനും വേണ്ടിയാണ് ഈ ചോഴ രാജാവ് ഈ നാഗപ്പട്ടിൻ്റെ അടുത്തുള്ള ആനമംഗലവും മറ്റ് ഗ്രാമങ്ങളും ഇവർക്ക് കൊടുത്തത്. അത് വലിയ ഒരു കാര്യമാണ്. ആ ചോഴ രാജാവ് രാജരാജൻ അത് ചെയ്തത്. അത്രയും ഉള്ള ഒരു നല്ല മനസ്സുള്ള ഒരു രാജാവാണ്. അവരുടെ ചരിത്രം മുഴുവനും അറിയണമെങ്കിൽ ഈ 2 കോപ്പർ പ്ലേറ്റ്സും നല്ലപോലെ പഠിക്കണം. അത് കുറേ വർഷങ്ങളായി എനിക്കത് പഠിക്കാനുള്ള അവസരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില ഗവേഷണങ്ങളും ആർട്ടിക്കിളും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിലും അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.